നമസ്കാരം. ശങ്കരപുത്രൻ്റെ തൃപ്പാദ പങ്കജം ശങ്കയില്ലാതെ ഭജിച്ചുവെങ്കിൽ ഏതൊരാപത്തും അണയാതെ കാക്കുമാ കാതലിൻ കാതലാം വിഷ്ണുമായ. എല്ലാ വിഷ്ണുമായ ചാത്തൻ സ്വാമി ഭക്തർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് പറയുന്ന വിഷയമെന്ന് പറയുന്നത് ഓരോ വർഷങ്ങളായിട്ട് മാറി വരുന്ന ഗ്രഹങ്ങളുടെ വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് ആണ്. അതുകൂടാതെ തന്നെ ഓരോ വർഷം ഇപ്പോഴത്തെ സമയം, അതായത് നമ്മുടെ ഈ 2025 ഉണ്ടാകുന്ന മഹാശനിമാറ്റവുമായി ബന്ധപ്പെട്ട 27 നക്ഷത്രങ്ങളാണുള്ളത്, 12 രാശികളാണുള്ളത്, ഇതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇത് എങ്ങനെ തന്നെ ആയിരുന്നാലും ഒരു ശനി ദശ, ഇപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് 100% സത്യം തന്നെയാണ്. അതെല്ലാം കണക്കുകൾ തന്നെയാണ്. ആ കണക്കനുസരിച്ചാണ് നമ്മൾ ഈ ജ്യോതിഷം പ്രവചിക്കുന്നവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരും പറയുന്നത്. ഒരിക്കലും കള്ളമല്ല, സത്യം തന്നെയാണ്. അതെല്ലാം കണക്കാണ്, കണക്ക് കൂട്ടിയതാണ് അത് പറയുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഞാനിത് പറയുന്ന വിഷയം, ഞാൻ സ്വാമിയുടെ ഒരു സേവകനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെതായ ഒരു അഭിപ്രായം, അപ്പോൾ വിഷ്ണുമായ ഭക്തരായ പലർക്കും ആ അഭിപ്രായങ്ങൾ സ്വീകരിക്കാം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ വരുന്ന മഹാശനി മാറ്റവും വിഷ്ണുമായ ഉപാസകർ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഗ്രഹങ്ങൾ മാറി മാറി വരുമ്പോൾ നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകൾ, ഇപ്പം 7 ശനി അല്ലെങ്കിൽ ഇപ്പം മൂലം പൂരാടം ഉത്രാടം കാലം, ഈ സമയങ്ങളിൽ ഇവർക്കൊക്കെ ഈ കണ്ടകശനി അങ്ങനെയുള്ള ഓരോ ദോഷങ്ങളൊക്കെ നമ്മൾ വരും. ഇപ്പോൾ ഞാൻ ഈ ദോഷങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ അങ്ങനെ പറയാറില്ല. ദോഷമെന്ന് നമ്മൾ പറയാറില്ല. നമ്മുടെ സ്വാമി ഭക്തരായത് വിഷ്ണുവായ ചാത്തൻ സ്വാമി ഭക്തരായി ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ദോഷം, കഷ്ടം, ദുഃഖം അല്ലെങ്കിൽ കടം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാറില്ല. കാര്യം എല്ലാം സ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും അത് ഭംഗിയായി കാര്യസാധ്യം ഉണ്ടായി വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ ഈ മഹാശനി മാറ്റം വരുമ്പോൾ വിഷ്ണുമായ ഭക്തരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ശനി മാറ്റമാണ്, ഓക്കെ. പക്ഷേ ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ വഴിപാടുകൾ ചെയ്യും, ക്ഷേത്രങ്ങളിൽ പോയി ഓരോ വഴിപാടുകൾ ചെയ്യും, ആയിക്കോട്ടെ, ചെയ്തോട്ടെ. അപ്പം അതിലെല്ലാത്തിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വാമിയെ നമ്മൾ കുറച്ച് കാണാതെ ഞാൻ സ്വാമിയുടെ ഭക്തനാണ് എന്ന് നമുക്കൊരു അഭിപ്രായം പറയാം. ഞാൻ സ്വാമിയുടെ ഒരു സേവകനാണ് നമുക്കൊരു അഭിപ്രായം പറയാം. ഞാൻ സ്വാമിയുടെ ഒരു ഉപാസകനാണ് എന്നൊരു അഭിപ്രായം നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ചാത്തനെയാണ്, വിഷ്ണുമായ ചാത്തൻ സ്വാമിയെയാണ്, ചാത്തൻ കുടുംബത്തെയാണ്. ആ ചാത്തൻ കുടുംബം എന്ന് പറയുന്നത്, ആ കുഷിശാസ്താവ് എന്ന് പറയുന്നത് എല്ലാ ചാത്തൻ സ്വാമിമാരും ചേർന്ന ഒരു ഗ്രൂപ്പ് തന്നെ അതിനകത്തുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ചാത്തൻ സ്വാമിയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ആരാധിക്കുന്ന നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകരുത്. എന്ത് ദോഷം തന്നെ വന്നോട്ടെ, കാലക്കേട് എന്തോ തന്നെ വന്നോട്ടെ, പക്ഷേ നമ്മൾ ഓർമ്മിക്കേണ്ട വിഷയം, ഞാൻ ചാത്തനെയാണ് ആരാധിക്കുന്നത്, ഞാൻ എൻ്റെ പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിയാണ് ആരാധിക്കുന്നത്. എന്ത് കഷ്ടങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ എന്തോ വന്നോട്ടെ, പക്ഷേ ഞാൻ ആരാധിക്കുന്നത് എൻ്റെ ചാത്തൻ സ്വാമിയാണ് എന്ന് പറയുവാനും എന്ന് ചിന്തിക്കുവാനുമുള്ള ഒരു മനസ്സ് എല്ലാ വിഷ്ണുമായ ഭക്തർക്കും ഉണ്ടാവണം. എല്ലാവർക്കും 2025 വർഷം ഒരു നല്ല വർഷമായിരിക്കട്ടെ. ശുഭപ്രതീക്ഷകളുമായി ജീവിക്കുന്ന എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളെല്ലാം സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ്ണുമായേ നമഃ.